ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ₹1 പോലും ചിലവില്ലാതെ വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പൈപ്പിംഗ് ബാഗ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ പഞ്ചസാരയോ അല്ലെങ്കിൽ പരിപ്പ് പേരൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടില്ല, ആ ഒരു കവറാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് പൈപ്പിംഗ് ബാഗ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കവർ വെച്ചിട്ട് നമുക്ക് 2 പൈപ്പിംഗ് ബാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ നിന്നായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് 2 കവർ കിട്ടും. അപ്പോൾ 2 പൈപ്പിംഗ് ബാഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു വലിയ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് സീൽ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ടിയിൽ മടക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമ്മൾ ആ സീൽ ചെയ്യേണ്ട ഭാഗം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിലൂടെ അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അയൺ ബോക്സ് നന്നായി ചൂടാക്കിയ ശേഷം ആ പേപ്പറിൻ്റെ മുകളിലൂടെ ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുക. പ്ലാസ്റ്റിക്കിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ പേപ്പറിൻ്റെ മുകളിലൂടെ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉള്ളിൽ വന്ന ഭാഗം നമുക്ക് നന്നായിട്ട് സീലായി കിട്ടും. കണ്ടില്ലേ, ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടിയൊന്നും പോവില്ല കേട്ടോ, നന്നായിട്ട് സീലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്കിതുപോലെ പൈപ്പിംഗ് ബാഗ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കവർ ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ അരിപ്പൊടിയൊക്കെ വാങ്ങുന്ന ഈ ഒരു കവർ ഉണ്ടാവില്ലേ, അതാണെങ്കിലും മതി കേട്ടോ. അതൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അതും നമുക്കിതുപോലെ തന്നെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ 2 പൈപ്പിംഗ് ബാഗ് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെയും ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിൽ വെക്കുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. സീൽ ചെയ്യേണ്ട ഭാഗം ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അയൺ ബോക്സ് നന്നായി ചൂടാക്കിയ ശേഷം ആ പേപ്പറിൻ്റെ മുകളിലൂടെ അങ്ങ് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് നന്നായിട്ട് സീലായി കിട്ടും. കണ്ടില്ലേ, നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പൈപ്പിംഗ് ബാഗാണ് എപ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ₹1 പോലും ചിലവില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് വേണ്ട സമയത്ത് ഇതുപോലെ അങ്ങ് ചെയ്തിട്ടെടുത്താൽ മതി. അത്രേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്കിത് വെച്ചിട്ട് ഐസിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ന്യൂസിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. കുറച്ച് പേര് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേര് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും സ്പെഷ്യൽ ഹായ് ഉണ്ട്. അതുപോലെ ശ്രീമോൾക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഹായ് പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ നല്ല റെസിപ്പി ആയിട്ട്